സോ ഗൈസ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഈ ഒരു വീഡിയോയിൽ നമ്മൾ AWSൻ്റെ IAM എന്ന് പറയുന്ന സർവീസിൻ്റെ യൂസേഴ്സ് ആൻഡ് പെർമിഷൻസ് എന്തെന്നായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. IAMനകത്ത് മെയിനായിട്ട് 4 കോൺസെപ്റ്റ്സ് ആണുള്ളത്: യൂസേഴ്സ്, പെർമിഷൻസ്, ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ റോൾസ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂസേഴ്സും പെർമിഷൻസും എന്താണെന്ന് നോക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പും റോളും എന്താണെന്ന് നോക്കും. ഓക്കെ, ആദ്യം നമുക്ക് IAM എന്താണെന്ന് നോക്കാം. IAM എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. ഈ IAM എന്ന് പറയുന്ന സർവീസ് നമ്മുടെ അക്കൗണ്ടിലുള്ള മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. 1 ഓതൻറ്റിക്കേഷൻ, 2 ഓത്തറൈസേഷൻ. ഈ 2 ടേംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇൻ്റർവ്യൂവിനും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓത്തറൈസേഷൻ? ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആർക്കൊക്കെ ലോഗിൻ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ചെക്സ്, അതാണ് ഓതൻറ്റിക്കേഷൻ. ഓത്തറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് വരുന്നവർക്ക് നമ്മുടെ അക്കൗണ്ടിൽ എന്തൊക്കെ ചെയ്യാനുള്ള പെർമിഷനുണ്ട്, അതാണ് ഓത്തറൈസേഷൻ. നമ്മളൊരു AWS അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പല പല യൂസേഴ്സിന് ആക്സസ് കൊടുക്കാൻ പറ്റും. നമുക്ക് അതിനകത്ത് തന്നെ പല പല യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പല പല യൂസേഴ്സിന് ആക്സസ് കൊടുക്കാൻ പറ്റും. ഈ ലോഗിൻ ചെയ്ത് വരുന്ന യൂസേഴ്സിന് ഈ AWS അക്കൗണ്ടിനകത്ത് പല പല പെർമിഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർമിഷൻസും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനകത്തുള്ള 4 കൺസെപ്റ്റ്സിനകത്തുള്ള യൂസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് IT ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നെറ്റ്വർക്കിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ലിനക്സ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ AWS കൺസോളിനകത്ത് നിൽക്കുകയാണല്ലേ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു കമ്പനി, നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങിയെന്ന് വെച്ചാൽ റൂട്ട്സെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങി. അതിലേക്ക് നമ്മൾ 3 പേരെ എംപ്ലോയ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 3 പേർക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ആക്സസ് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് അക്കൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം റൂട്ട് യൂസർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് യൂസറാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് സെക്യൂർ ആയിട്ടുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ഓരോ യൂസേഴ്സിനും ഓരോ പെർമിഷൻ കൊടുത്തിട്ട് യൂസേഴ്സിനെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം IAM ആക്സസ് ചെയ്യണം. IAM എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്, അതൊരു സർവീസാണ്. നമ്മളിവിടെ മേളിൽ സെർച്ച് ബാർ ഉണ്ട്, അവിടെ IAM എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സർവീസസിനകത്ത് IAM എന്ന് പറയുന്ന ഒരു സർവീസ് വരും, അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് 4 എലമെൻറ്റ്സ് ആണ്: യൂസേഴ്സ്, ഗ്രൂപ്പ്സ്, റോൾസ്, അതുപോലെ പോളിസീസ്. ഈ 2 എണ്ണം നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. സോ ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാലറിയാം 0 യൂസേഴ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് 2 പുതിയ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടില്ലേ, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂസറിന് ഒരു യൂസർ നെയിം കൊടുക്കുക. തൽക്കാലം യൂസർ A എന്ന് കിടക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് യൂസർ എന്ന് പറയുന്നത് user_A ആണ്. ഇവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, പ്രൊവൈഡ് യൂസർ ആക്സസ് ടു AWS മാനേജ്മെൻറ്റ് കൺസോൾ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള യൂസേഴ്സിന് പല രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ ആക്സസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ബ്രൗസർ വെച്ചിട്ട് ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമ്മുടെ കൺസോളിലേക്ക് ബ്രൗസർ വഴി ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ തന്നെ ഓരോ യൂസേഴ്സിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കീസ് ഉണ്ട്, സീക്രട്ട് കീസ് ഉണ്ട്. ആ കീസ് വെച്ചുകൊണ്ട് നമ്മുടെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ടെർമിനലൊക്കെ ഉണ്ടല്ലോ, ടെർമിനൽ പോലുള്ള ടൂൾസ് വെച്ചിട്ട്, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വെച്ചിട്ട് നമുക്ക് AWS CLI എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂസേഴ്സിന് കൺസോൾ ആക്സസ് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ I want to create an IAM യൂസർ, നമ്മളിപ്പോൾ ഒരു IAM യൂസറാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഒരു കസ്റ്റം പാസ്വേഡ് പറഞ്ഞു കൊടുക്കാം. പാസ്വേഡ് കൊടുത്തു. ഇനി ഈ ഒരു ബട്ടൺ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസോളിലേക്ക് യൂസർ A ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസറിന് പാസ്വേഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. തൽക്കാലത്തേക്ക് ഞാൻ ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. സോ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ പേജിലുള്ള എല്ലാ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ യൂസറിന് ഏതെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കണോ, പോളിസി അറ്റാച്ച് ചെയ്യണോ എന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. തൽക്കാലം ഇവിടെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇതിലേക്ക് നമുക്കൊരു 2 മിനിറ്റിനകം തിരിച്ചു വരാം.
ഒന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി, ഇവിടെ നമ്മളിപ്പോൾ ഒരു പെർമിഷനും ഒരു പോളിസിയും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഈ ഒരു യൂസറിന് ഒരു പെർമിഷനും ഇല്ല. ഓക്കെ, സോ ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ യൂസറിന് എന്തെങ്കിലും ടാഗ് ആഡ് ചെയ്യാം. അതും ഓപ്ഷനിലാണ്, മാൻഡേറ്ററി അല്ല. ഇനി നമുക്ക് ക്രിയേറ്റ് യൂസർ. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു യൂസറിന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസോൾ സൈനിങ് URL, അതുപോലെ യൂസർ നെയിം, അതുപോലെ തന്നെ കൺസോൾ പാസ്വേഡും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു URL നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, സോ ഞാൻ തൽക്കാലത്തേക്ക് ഇതെല്ലാം ഒന്ന് നോട്ട് പാഡിലേക്ക് കോപ്പി ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഞാനൊരു യൂസർ നെയിം കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് റിട്ടേൺ ടു യൂസർ ലിസ്റ്റ്, കണ്ടിന്യൂ, എന്നിട്ട് ക്രിയേറ്റ് യൂസർ. യൂസർ B എന്ന് പറയുന്ന യൂസറിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്കൊരു കൺസോൾ സൈനിങ് URL. ഓക്കെ, ബേസിക്കലി ഈ ഒരു URLൽ ഓരോ അക്കൗണ്ട് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ യൂസറും ഇപ്പോൾ ഉണ്ടാക്കിയ യൂസറും സെയിം അക്കൗണ്ട് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം അക്കൗണ്ട് ID ഉണ്ടല്ലേ, ആ അക്കൗണ്ട് ID ആയിരിക്കും നമ്മൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഈ ഒരു അക്കൗണ്ട് ID ആയിരിക്കും ഇവിടെയും കാണുന്നത്. സോ ബേസിക്കലി രണ്ട് യൂസറിനും കൺസോൾ സൈനിങ് URL സെയിം ആയിരിക്കും. ഓക്കെ, ഇതും നമുക്ക് കോപ്പി ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി റിട്ടേൺ ടു യൂസർ ലിസ്റ്റ് കൊടുക്കുകയാണ്, കണ്ടിന്യൂ. ഇപ്പോൾ നമുക്ക് രണ്ട് യൂസർ ഉണ്ടല്ലേ. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ രണ്ട് യൂസർ വെച്ചിട്ട് നമുക്ക് യൂസർ എയും യൂസർ ബിയും വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വിൻഡോ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഞാനൊരു ഇൻകോഗ്നിറ്റോ വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ യൂസർ ഉണ്ടാക്കിയ സമയത്ത് ഒരു URL കിട്ടിയില്ലായിരുന്നു, ആ ഒരു URL സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം ലാംഗ്വേജ് മാറ്റുകയാണ്, ഇംഗ്ലീഷിലോട്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ IAM യൂസർ നെയിം, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് IAM യൂസറാണല്ലേ. സോ ഇവിടെ IAM യൂസർ നെയിം എന്ന് പറയുന്നത് ആദ്യം യൂസർ A കൊടുക്കുക, യൂസർ നെയിം പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ യൂസറിൻ്റെ പാസ്വേഡ് ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഞാൻ സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പെർഫെക്റ്റ്. നമ്മളിപ്പോൾ യൂസർ A ആയിട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ മിനി വിൻഡോസിനും ഇവിടെ ആക്സസ് ഡിനൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണല്ലേ. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സർവീസ്, നമുക്ക് തൽക്കാലം EC2 എന്ന് പറയുന്ന സർവീസ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കിയാലോ. കാരണം EC2-നകത്തും എല്ലാത്തിനും എറർ കാണിക്കുകയാണല്ലേ. എന്തോ കാരണം കൊണ്ട് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ IAM തന്നെ കയറി നോക്കാം. കണ്ടില്ലേ, IAM എന്ന് പറയുന്ന ആ ഒരു സർവീസ് എടുക്കുമ്പോഴും നമ്മളിപ്പോൾ യൂസേഴ്സ് എടുക്കാൻ നോക്കുമ്പോഴും ഇതിനകത്ത് നമുക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഓതൻറ്റിക്കേഷൻ, രണ്ട് ഓത്തറൈസേഷൻ. നമ്മൾ നേരത്തെ യൂസർ ഉണ്ടാക്കിയ സമയത്ത് ഒരു പാസ്വേഡ് പറഞ്ഞു കൊടുത്തായിരുന്നു, ഒരു യൂസർ നെയിം പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഈ രണ്ട് യൂസേഴ്സിനും ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്ത് കയറിയിട്ട് ഈ യൂസേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തിനൊക്കെയുള്ള പെർമിഷൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തില്ല. അതാണ് ഓത്തറൈസേഷൻ എന്ന് പറയുന്ന പാർട്ട്. നമുക്കിനി ഈ യൂസേഴ്സിന് ഓതറൈസേഷൻ, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു നോക്കാം. ഈ ഒരു വിൻഡോയിൽ നമ്മളിപ്പോൾ റൂട്ട് യൂസറായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യൂസറിന് എല്ലാ കാര്യങ്ങളും, ഈ ഒരു അക്കൗണ്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനും ഉണ്ട്. സോ നമുക്ക് ഈ യൂസർ A എന്ന് പറയുന്ന യൂസറിന് EC2 എന്ന് പറയുന്ന സർവീസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്താലോ. അതിനാദ്യമായിട്ട് നമ്മൾ user_a യൂസറിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം വരുന്ന ടാബ് എന്ന് പറയുന്നത് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ടാബാണല്ലേ. സോ ബേസിക്കലി ഈ പെർമിഷൻ പോളിസീസാണ് ഈ ഒരു യൂസർ A എന്ന് പറയുന്ന യൂസറിന് എന്തൊക്കെ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പോളിസി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഓരോ യൂസേഴ്സിനും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു പെർമിഷൻ JSON ഫോർമാറ്റിൽ എഴുതി കൊടുക്കുന്ന ചെറിയൊരു പീസ് ഓഫ് കോഡ്, ഒരു സ്നിപ്പെറ്റിനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു യൂസറിൽ പെർമിഷൻ പോളിസീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിനെ സെലക്ട് ചെയ്ത് പെർമിഷൻസിനകത്ത് ഇവിടെ ആഡ് പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലേ. എന്നിട്ട് ആഡ് പെർമിഷൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അറ്റാച്ച് പോളിസീസ് ഡയറക്ട്ലി ഫോർ ദ ടൈം ബീയിങ്. നമുക്ക് പല രീതിയിൽ നമുക്ക് ഒരു യൂസറിന് പെർമിഷൻ പോളിസീസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലത്തേക്ക് ഫോർ ദ ടൈം ബീയിങ് നമുക്ക് അറ്റാച്ച് പോളിസീസ് ഡയറക്ട്ലി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി AWS മാനേജ്ഡ് പോളിസീസ് അവൈലബിൾ ആണ്. നമുക്കിവിടെ തൽക്കാലത്തേക്ക് EC2 എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ,
ഇവിടെ നമുക്ക് താഴെ നോക്കിയാൽ അറിയാം ആമസോൺ EC2 ഫുൾ ആക്സസ് എന്ന് പറയുന്ന ഒരു ആമസോൺ മാനേജ് പോളിസി ഉണ്ട്. അപ്പോൾ ഈ ഒരു പോളിസി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു യൂസറിന് EC2 എന്ന് പറയുന്ന സർവീസിലേക്ക് ഫുൾ ആക്സസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോളിസി ആമസോൺ EC2 ഫുൾ ആക്സസ് എന്ന് പറയുന്ന ആ ഒരു പോളിസിയാണ് ഇവിടെ കാണുന്നത്. സോ ബേസിക്കലി ഈ ആമസോൺ EC2 ഫുൾ ആക്സസ് എന്ന് പറയുന്ന പോളിസി അറ്റാച്ച് ചെയ്തിരിക്കുന്ന യൂസറിന് ഇവിടെ പല പല സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഈ ഒരു യൂസറിന് ഇൻഎഫക്റ്റ് ആവുകയാണ്. സോ ബേസിക്കലി ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ EC2-നകത്ത് ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എല്ലാ റിസോഴ്സിനും ഈ ഒരു യൂസറിനെ അലോ ചെയ്യണം. അതുപോലെ തന്നെ ലോഡ് ബാലൻസ്, ഇതെല്ലാം നമ്മൾ ഈ EC2 റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സർവീസസ് ആണ്. സോ ബേസിക്കലി EC2 വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള EC2-ൽ എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് നമ്മൾ ഈ ഒരു യൂസറിന് ഈ ഒരു പോളിസി വഴി കൊടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ വരാം. നമ്മൾ ഈ പോളിസി എങ്ങനെയാണ് എഴുതുന്നതെന്ന്, ഈ പോളിസിയുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അർത്ഥം എന്താണെന്ന്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ നോക്കാം. സോ തൽക്കാലം ഞാൻ ഈ ഒരു പെർമിഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ യൂസർ എ എന്ന് പറയുന്ന യൂസറിന് ഈ ഒരു പെർമിഷൻ അസൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി ആഡ് പെർമിഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ ഈ യൂസർ എ എന്ന് പറയുന്ന യൂസറിലേക്ക് ഒരു പോളിസി ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോളിസി ഈ EC2 എന്ന് പറയുന്ന സർവീസിലേക്ക് ഫുൾ ആക്സസ് ഈ ഒരു യൂസറിന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു ഇൻകോഗ്നിറ്റോ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു യൂസറായിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. യൂസർ നെയിം കൊടുക്കുക. ഓക്കെ, ലോഗിൻ ചെയ്തു അല്ലേ. ഇനി നമുക്ക് EC2 എന്ന് പറയുന്ന സർവീസിലേക്ക് പോയി നോക്കാം. സോ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ EC2 എന്ന് പറയുന്ന സർവീസിൻ്റെ ഡാഷ്ബോർഡിലാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം റിസോഴ്സിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടല്ലേ. ഇൻസ്റ്റൻസസ്, എത്ര ഇൻസ്റ്റൻസസ് റണ്ണിങ് ആണ്, അല്ലാതെ എത്ര ഇൻസ്റ്റൻസ് ഉണ്ട്, എത്ര സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റൻസ്, ഒരു പുതിയതായിട്ടൊരു ഇൻസ്റ്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഇവിടെ പോയി ലോഞ്ച് ഇൻസ്റ്റൻസ്, ഇവിടെ നമുക്ക് ഇൻസ്റ്റൻസിനൊരു പേര് കൊടുക്കുക, റൂട്ട് സെറ്റ് ടെസ്റ്റ്. EC2 എന്ന് പറയുന്ന സർവീസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത്, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വ്യൂ ഓൾ ഇൻസ്റ്റൻസ്, ഇവിടെ സൈഡിൽ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ ഇൻസ്റ്റൻസ്, ഇപ്പോൾ റൺ ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റൻസും അറിയാൻ പറ്റും. ഇവിടെ സ്റ്റാറ്റസ് ഇപ്പോൾ ഇനിഷ്യലൈസിങ് ആണ്, കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇനിഷ്യലൈസിങ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു യൂസറിന് EC2-ലേക്ക് ആക്സസ് കൊടുത്തു അല്ലേ. പക്ഷേ ഈ സെയിം യൂസറിന് S3 എന്ന് പറയുന്ന സർവീസിലേക്ക് ആക്സസ് ഉണ്ടോ? ഓക്കെ, നമ്മളിപ്പോൾ S3-യുടെ മെയിൻ പേജിലാണ്. നമുക്കിതിനകത്തുള്ള ബക്കറ്റ് എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ നോക്കിയാലോ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് യൂസർ എ എന്ന് പറയുന്ന യൂസറിന് ബക്കറ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള, S3 ബക്കറ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ഈ ഒരു പെർമിഷൻ യൂസർ ബിക്ക് കൊടുത്താലോ. നമുക്ക് മുന്നത്തെ റൂട്ട് യൂസറിൻ്റെ വിൻഡോയിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ബിക്ക് വേണമെങ്കിൽ S3 ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം, പക്ഷേ EC2 ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കണ്ട. അതിന് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ യൂസർ ബിയെ സെലക്ട് ചെയ്യുക, പെർമിഷൻസിൻ്റെ താഴെ ആഡ് പെർമിഷൻ, എന്നിട്ട് ആഡ് പെർമിഷൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് അറ്റാച്ച് പോളിസീസ് ഡയറക്റ്റ്ലി കൊടുക്കുക. ഇവിടെ S3 എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെയും S3 ഫുൾ ആക്സസ് എന്ന് പറയുന്ന ഒരു ആമസോൺ മാനേജ് പോളിസി ഉണ്ട്. ഇവിടെ നമ്മൾ ഈ പോളിസി വെച്ചിട്ട് S3 എന്ന് പറയുന്ന ആ ഒരു സർവീസിനകത്തുള്ള എല്ലാ ആക്ഷൻസും ഈ ഒരു യൂസറിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഈ ഒരു പോളിസി വഴി കൊടുക്കുകയാണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, ആഡ് പെർമിഷൻ കൊടുക്കുക. ഇനി നമുക്ക് പുതിയൊരു ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ നമ്മൾ നേരത്തെ യൂസർ എ വെച്ച് ലോഗിൻ ചെയ്തതുപോലെ യൂസർ ബി വെച്ച് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ യൂസർ ബി ആയിട്ട് ലോഗിൻ ചെയ്തു അല്ലേ. കണ്ടില്ലേ, നമ്മളിപ്പോൾ യൂസർ ബി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ കൊടുത്ത പെർമിഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് S3 എന്ന് പറയുന്ന സർവീസ് ഓപ്പൺ ചെയ്യുക. ക്രിയേറ്റ് S3 ബക്കറ്റ്, ഇവിടെ നമുക്ക് S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വന്നു അല്ലേ. ക്രിയേറ്റ് ബക്കറ്റ് കൊടുക്കുകയാണ്. ഈ ഒരു സർവീസിലേക്ക് നമ്മൾ അടുത്ത വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതായിരിക്കും. S3 എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് സർവീസാണ്. സോ ബേസിക്കലി ഈ സർവീസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മളിപ്പോൾ യൂസർ എക്ക് EC2 ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കൊടുത്തു, യൂസർ ബിക്ക്
S3 ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കൊടുത്തു. സോ യൂസർ ബിക്ക് EC2 ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ യൂസർ എക്ക് S3 ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ രണ്ട് യൂസേഴ്സിനും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സർവീസിനോട്ട് ആക്സസ് കൊടുക്കണമെന്ന് വെച്ചോളൂ. എന്ന് വെച്ചാൽ യൂസർ എക്കും യൂസർ ബിക്കും ലാംഡ എന്ന് പറയുന്ന ഒരു സർവീസിലേക്ക് ഒരുമിച്ച് ആക്സസ് കൊടുക്കണമെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ബാക്കി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.